ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. ദേ നല്ല കാറ്റും മഴയാട്ടോ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സമയത്ത് ക്യാൻവാസ് പെയിൻറ്റിങ് ചെയ്യാമെന്ന്. കറണ്ട് ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും പിറ്റേ ദിവസം 11 മണിയൊക്കെ ആയപ്പോഴാട്ടോ കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം അമ്മാതിരി കാറ്റായിരുന്നു. അപ്പോൾ പെയിൻറ്റിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയ ക്യാൻവാസ് കഴിഞ്ഞ വർഷം മേടിച്ചതാണ്, അത് ഞാൻ ഇപ്പോഴാണ് എടുക്കുന്നത്. പിന്നെ ഒരു ആക്രിലിക് പെയിൻറ്റും ഇത് ആക്രിലിക്കിൻ്റെ മാർക്കറാണ്. ഇതെനിക്ക് അങ്ങനെ അങ്ങ് യൂസ് വരാറില്ല, പക്ഷേ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പെയിൻറ്റൊക്കെ വെച്ച് അടിക്കാൻ വേണ്ടിയിട്ട് 3 ബ്രഷ് കൊടുത്തിട്ടുണ്ട്. മൂന്ന് സൈസിലുള്ളതാട്ടോ. പിന്നെ നമ്മൾ ഈ ആക്രിലിക് പെയിൻ്റൊക്കെ ഒരു ക്ലെൻ റാപ്പർ വെച്ചിട്ട് അടിച്ച് വെച്ചേക്കാം കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വർഷം തന്നെ മൂടി വെച്ചതാണ്. പിന്നെ ഞാൻ അങ്ങനെ ഇതൊക്കെ എനിക്ക് അങ്ങനെ യൂസ് വരാറില്ല. അപ്പോൾ ഞാനത് ഇത് നമ്മളിങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കളറായിട്ട് പോവും. ഇതിലിപ്പോൾ എല്ലാ കളറും ഉണ്ടെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഉള്ള കളർ പോകാതിരിക്കാനാണ് ഞാനിങ്ങനെ വെച്ചിട്ടുള്ളത്. ഇത് കൂടാതെ എക്സ്ട്രാ ഒരു 3 കളറും കൂടെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ 2 കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വാൾ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഞാനിത് ഇതുപോലത്തെ ഒരു ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ 4 സൈഡും വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിരുന്നു കേട്ടോ ടാസ്ക്. കാരണം ഈ ബ്ലേഡ് വെച്ചിട്ട് ഇതിൻ്റെ പ്ലാസ്റ്റിക് കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാൻവാസ് കീറി പോകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമൊന്നുമില്ലാതെ ഞാനത് അഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ക്യാൻവാസിന് 1 വർഷം പഴക്കമുണ്ടെങ്കിലും അതിൻ്റേതായ ഭംഗിയൊന്നും പോയിട്ടില്ല ഈ പ്ലാസ്റ്റിക് കവറിൽ ഇരിക്കുന്ന കാരണം. പുറത്തിരുന്നായിരുന്നത് നല്ലപോലെ കറുത്ത ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ക്യാൻവാസിൻ്റെ കവറൊക്കെ ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ എങ്ങനെ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിംഗ് ആയിട്ട് മാത്രം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ കളർ മിക്സിംഗ് ഒക്കെ കറക്റ്റ് ആവാണ്ട് ചിലപ്പോൾ നശിച്ചു പോകും. അപ്പോൾ അത് കാരണം ഈ ക്യാൻവാസിനെ തന്നെ ഞാൻ 4 ഡിവൈഡ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ടേപ്പ് എടുത്തിട്ടുള്ളത്. ആൻഡ് ടേപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ നോക്കുക ഈ പിൻട്രസ്റ്റിലുള്ള ഏത് കോൺട്രാസ്റ്റിലുള്ളതാണ് വേണ്ടതെന്നുള്ളതായിരുന്നു. ഞാനും അതുപോലെ ഇങ്ങനെ നോക്കി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് വേണ്ടിയിരുന്നത് ഒരു പർപ്പിൾ തീമിലുള്ളതായിരുന്നു. ഒരു പർപ്പിള് പിങ്ക് ആ ഒരു തീമിലുള്ളതായിരുന്നു എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട പിക്ചർ ഞാൻ വേറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സൈഡായിരുന്നു ഒരു ദിവസം ഞാൻ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ 4 സൈഡ് ഒട്ടിച്ചിട്ടില്ലെങ്കിലും എനിക്ക് വരയ്ക്കേണ്ട ആ സൈഡിൻ്റെ 4 സൈഡും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ ഉള്ളിലേക്കുള്ള പിക്ചേഴ്സ് ആയിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതിൽ 1-2 എണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്യാൻവാസിൽ വരച്ച പിക്ചറല്ല ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്, ഞാൻ വേറെ ആയിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കളർ തീമിലേക്ക് വേണ്ടിയിട്ടുള്ള കളേഴ്സ് ഓരോന്നും സെലക്ട് ചെയ്യായിരുന്നു. ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു റെഡും പിന്നെ ഒരു ലൈറ്റ് പിങ്കും ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ പർപ്പിൾ കളർ കിട്ടാനായിട്ട് റെഡും ബ്ലൂവോ അങ്ങനെ എന്തോ ഒരു കോൺട്രാസ്റ്റിങ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാനത് ചെയ്ത് വന്നപ്പോൾ കുറേ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കുറേ വൈറ്റ് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് എനിക്ക് ആ കളർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കളർ സെലക്ട് ചെയ്യുന്നതിനാണെങ്കിലോ അതിലേറെ കൺഫ്യൂഷൻ. കാരണം എൻ്റെ കയ്യിൽ 2 റെഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏത് റെഡ് വെച്ചിട്ടാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം ഞാൻ 2 റെഡും കൂടിയിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വൈറ്റും കൂടെ ചേർത്തിട്ടായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്നൊക്കെ അറിയില്ല, ഞാൻ ഏകദേശം ഉദ്ദേശിച്ച രീതിയിലായിരുന്നു ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത്. നമ്മൾ യൂട്യൂബ് കണ്ട് ചെയ്യുകയാണെങ്കിലും അവരെ പോലെ തന്നെ ചെയ്യണം എന്നുള്ള പോലെ വാശിക്കാണ് ഞാൻ ഇതുപോലെ എല്ലാ പെയിൻറ്റും ആക്കിയിട്ട് ലാസ്റ്റ് വൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവസാനം എനിക്ക് ഇങ്ങനെ ആട്ടോ കിട്ടിയത്. പർപ്പിൾ കിട്ടണം എന്ന് പറഞ്ഞ ആളാണ്, എനിക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടിയത്. പിന്നെ എങ്ങനെയോ ഒരു അത്ഭുതമെന്ന് പറയട്ടെ, ഇങ്ങനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഞാൻ ആ ഒരു സ്റ്റാർ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ബ്രഷുമ്പോൾ കുറച്ച് പെയിൻറ്റ് ആക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്ക് ഇതുപോലെ കിട്ടി. ഇതിൻ്റെ അടിയിൽ ഞാൻ വേറെ ബാക്ക്ഗ്രൗണ്ടും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. പിന്നെ മുകളിലത്തെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഗോബ്ലിൻ്റെ പിക്ചറാണ് ഞാൻ ഇതിലേക്ക് വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനത് ആദ്യം ചുമരിൽ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞാനിപ്പോൾ പെയിൻറ്റ് ചെയ്തപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാരണം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് ഈ ഒരു ക്യാൻവാസിൽ വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഈ ബ്ലാക്കിൻ്റെ ഈ കളർ വെച്ച് ചെയ്യണത്. അപ്പോൾ ഞാൻ ഹെയറിന് മാത്രം ഫുൾ ബ്ലാക്ക്, ബാക്കി ഒന്നും കൊടുക്കണില്ല എന്ന് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അവസാനം അടിച്ച് വന്നപ്പോൾ ഏകദേശം കൊളായുടെ രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വരച്ച് വന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ആയിട്ട് ഞാൻ കുറേ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ കൊളായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട് ഞാൻ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഹെയർ ഞാൻ എന്തായാലും ആ ഫുൾ ബ്ലാക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും കൂടെ എടുക്കണ കാരണം എനിക്ക് കുറച്ചും കൂടെ കൈവറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അത്ര വൃത്തിയിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വരച്ച് വന്നപ്പോൾ ഇതുപോലെയായിരുന്നു. ഈ ക്യാൻവാസ് ഫുള്ളും ഞാൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ. ഇതിൻ്റെ ഓരോ പിക്ചറിൻ്റെ പിന്നിൽ ഓരോ കഥയുണ്ട്. ഗോബ്ലിൻ ഞാൻ പറഞ്ഞ പോലെ ചുമരുമുണ്ടായിരുന്നു. അപ്പോൾ ഇതില്ലാത്ത കാരണം അതിൻ്റെ ഓർമ്മയ്ക്കാണ് അത് വരച്ചത്. അതിൻ്റെ താഴെ ഇരിക്കുന്നത് ഒരു ഡ്രീമിങ് ഗേളിൻ്റെ ഒരു സിഗ്നിഫൈ ചെയ്തിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഒരു മാനിൻ്റെ വരച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ബാക്ക് സ്റ്റോറി ഒന്നുമില്ല. അതിൻ്റെ താഴെ
ഒരു അറബിക് കൾച്ചർ ആ ഒരു രീതിയിലാണ്, അറബിക് ലൈഫ് സ്റ്റൈലും എന്നുള്ള രീതിയിലേക്കാണ് വരച്ചിട്ടുള്ളത്. അത് യുഎഇനെയാണ് അവിടെ ഞാനത് ഉദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻവാസും ഞാൻ നശിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നശിപ്പിച്ചോ എന്ന് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ആ ഡ്രീമിംഗ് ഗേളും ഗോബ്ലിനും എനിക്കിഷ്ടമായി, ബാക്കിയൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.